നമസ്കാരം. ഷെക്കിന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ചതി, വഞ്ചന, സംഘടിതമായ ഭീകരത അല്ലെങ്കിൽ ഗുണ്ടായിസം, അതിക്രമം, ഈ വാചകങ്ങളിൽ ഈ 2 ആഴ്ച മുമ്പ് കളമശ്ശേരി മാർത്തോമ ആശ്രമത്തിന് നേരെയുണ്ടായ ആ ഒരു അതിക്രമത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. രാത്രിയുടെ മറവിൽ കഴിഞ്ഞ 40ലധികം വർഷങ്ങളായി ആശ്രമത്തിന്റെ കൈവശമുള്ള ആ ഭൂമി അത് കയ്യേറുന്നു, അതിൻ്റെ മതിലുകൾ തകർക്കുന്നു, അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, അവിടെ ഒരു അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ കൂട്ടർ നടത്തുന്നു. ഓർക്കുക, ഒരു ജനാധിപത്യ വ്യവസ്ഥയുള്ള ഒരു നാട്ടിലാണ് ഇത്തരത്തിലുള്ള ഭീകരാന്തരീക്ഷം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ അരങ്ങേറുന്നത്. മാത്രമല്ല, കന്യാസ്ത്രീ മഠം സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ടിന്റെ ചുറ്റുമതിലാണ്, ഏകദേശം 100 മീറ്ററോളം വരുന്ന ദൈവവചനം എഴുതി വെച്ചിരിക്കുന്ന കോമ്പൗണ്ടിന്റെ ചുറ്റുമതിലാണ് രാത്രിയുടെ മറവിൽ, ഇരുളിന്റെ മറവിൽ 70ഓളം പേർ സംഘടിതമായി എത്തി JCBയും മറ്റ് ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞത്. അതിനാൽ തന്നെ അവിടെ താമസിക്കുന്ന കന്യാസ്ത്രീ വളരെ ഗൗരവമേറിയ സുരക്ഷാ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഉന്നതങ്ങളിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു സംരക്ഷണം ഇത്തരക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സൂചനകളാണ് ഈ ഒരു ഘട്ടങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിന് ഉത്തരവാദികളായവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തതായോ അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായോ നമുക്ക് അറിവില്ല. അതിനാൽ തന്നെ ഈ വിഷയമാണ് ഇന്ന് 4 മണി ചർച്ചയ്ക്കെടുക്കുന്നത്. കളമശ്ശേരി കേരളത്തിലെ ക്രൈസ്തവർക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്തൊക്കെ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ശ്രീ ഷോൺ ജോർജ്, ഇന്നലെ അങ്ങ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വാർത്താ സമ്മേളനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ അക്രമികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. BNSലെ ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. 329(3) പോലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പോലീസ് കാവൽ അവിടെയുണ്ട്. നമ്മളവിടെ ആ സ്ഥലം സന്ദർശിക്കുമ്പോൾ അറിയാം, പോലീസ് കാവലുണ്ട്, ഒരു പോലീസ് ബസ്സൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു നിമിഷം വരെ ഈ അതിക്രമിച്ച് കയറിയവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല? അവരുടെ മൂക്കിൻ തുമ്പത്താണ് ഇവർ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അവിടെ ഈ പറയുന്ന വ്യക്തികളിൽ പലരും വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതുവരെ എന്തുകൊണ്ടൊരു നിയമ നടപടികളിലേക്ക്, അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് പോകുന്നില്ല അല്ലെങ്കിൽ പോലീസ് അനങ്ങുന്നില്ല? അല്ല, എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാര്യം, കളമശ്ശേരി പോലീസിന്റെ മൂക്കിന് കീഴെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു 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 സാധാരണയൊക്കെ നമ്മളൊരു കയ്യാല പൊളിച്ച് ആ കയ്യാല പൊളിച്ചു മാറ്റി അവിടെ എന്തെങ്കിലുമൊക്കെ സ്ഥാപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അങ്ങനെയല്ല. 100 മീറ്ററോളം വരുന്ന ഏറെക്കുറെ 8 അടി ഹൈറ്റിലുള്ള ഒരു മതില് പൂർണ്ണമായും പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ പൊളിച്ചു മാറ്റിയ ഈ മതിലിന് മാത്രമല്ല, മതിലിന്റെ മുഴുവൻ അവശിഷ്ടങ്ങളും അന്ന് രാത്രി തന്നെ നീക്കം ചെയ്തു. അവിടെ ഒരു ഭീകരാന്തരീക്ഷം. ഇപ്പൊ ഞങ്ങൾ അവിടെ എത്തിയപ്പോ 25 പോലീസുകാർ നിൽപ്പുണ്ട്. പോലീസ് തന്നെ രജിസ്റ്റർ ചെയ്ത FIRലെ പ്രതികൾ അതിന് അവരുടെ കാവലിൽ, അതായത് ഞങ്ങളെന്തോ ആക്രമിക്കാൻ ചെന്നുള്ള രീതിയിലാണ് അറിയുന്നത്. എന്താണെന്ന്, അവിടുത്തെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കാനാണ് BJP അവിടെ എത്തിയത്. അപ്പൊ ഞങ്ങൾ അവിടെ കയ്യേറാൻ ചെല്ലുന്നു അല്ലെങ്കിൽ മാർച്ച് നടത്താൻ ചെല്ലുന്നു എന്നുള്ള നിലയിൽ അവിടെ ചെന്നപ്പം അവർക്ക് കാവല, അതായത് പോലീസ് രജിസ്റ്റർ ചെയ്ത FIRൽ പ്രതികളായിട്ടുള്ളവർക്ക് കാവലായി 25 പോലീസ് അവിടെ നിൽക്കുകയാണ് ഞങ്ങളെ പ്രതിരോധിക്കാൻ. അപ്പൊ ഞാൻ ചെന്ന് ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അപ്പം CA വന്ന്, എന്താണ് നിങ്ങൾ എന്തെങ്കിലും മാർച്ച് വല്ലതും ഉണ്ട്? ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ അച്ഛന്മാരെ കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാണ്. അപ്പൊ അവർക്ക് സമാധാനമായി. അപ്പൊ അവർക്ക് കിട്ടിയേക്കുന്ന ഗവൺമെന്റ് ഡയറക്ഷൻ ഈ കയ്യേറ്റക്കാരെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇന്റർവെൻഷനിൽ ഇറക്കാൻ വന്നാൽ കയ്യേറ്റക്കാരെ സംരക്ഷിക്കണം. ഇവിടെ ഒരു ഇഞ്ചക്ഷൻ കിട്ടിയാൽ ഏതെങ്കിലും പോലീസ് ഇങ്ങനത്തെ സംരക്ഷണം ഏർപ്പെടുത്തും? ഒരു നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു ഇടിവണ്ടി എന്നൊക്കെ പറയല്ലേ, പോലീസിന്റെ ഇടിവണ്ടി എന്നൊക്കെ പറയുന്ന ഒരു ഇടിവണ്ടി അവിടെ ഫുൾ ടൈം ഇട്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടു കാണും, നിങ്ങൾ കണ്ടു കാണും. പോലീസിന്റെ ഒരു ഇടിവണ്ടിയും 10-20ഓളം പോലീസുകാർ ഫുൾ ടൈം നിൽക്കുകയാണ്. കന്യാസ്ത്രീമാരുടെ വാതില്, ആ കന്യാസ്ത്രീ മഠത്തിന്റെ ഗേറ്റ് അടച്ചതിന് മുമ്പിലാണ് ഇവര് ടെമ്പററി ആയിട്ട്, കുടിലെന്നല്ല, ഒരു വീട്, അതായത് കോൺക്രീറ്റ് ആയിട്ടുള്ള റെഡിമെയ്ഡ് വീട് അവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ് പ്രശ്നം? 82-ൽ പൂർണ്ണമായും വില കൊടുത്തു വാങ്ങിയ വസ്തു പിന്നീട് എഴുതി കൊടുത്തില്ല. 2010 ആയപ്പോൾ ഇവർക്ക് തോന്നി അവിടെ ഇപ്പൊ കളമശ്ശേരിയിൽ അന്ന് ഏക്കറിനുണ്ടായിരുന്ന വസ്തുവിന്റെ വില ഇന്ന് സെന്റിനുണ്ട്. അപ്പൊ ഈ വസ്തു കയ്യേറാൻ ഇവരോട് ആരും ചോദിക്കാനില്ല, ഗവൺമെന്റിന്റെ ഓച്ചാൽ. ഇത് വലിയ പ്ലാനിങ്. ഇവിടെ അച്ഛൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇത് 1-2 ദിവസം കൊണ്ടല്ല, അവിടുത്തെ കോൺഗ്രസിനും അവിടുത്തെ CPMനും അവിടുത്തെ മറ്റ് കക്ഷികൾക്കും പോലീസിനും അതുപോലെ SDP ഉൾപ്പെടെയുള്ള കക്ഷികളുടെ നേതൃത്വത്തിലുമാണ് ഈ 70 പേര് അവിടെ. കളമശ്ശേരിയിൽ
ഇത്തരത്തിൽ ഈ കേസിൽ വാദികളായിട്ടുള്ള ആളുകളുടെ, ഈ കേസിൽ പ്രതികളാക്കപ്പെട്ടവരുടെ പേര്, ഞാനൊരു സമുദായത്തെ അടച്ചാക്ഷേപിക്കുകയല്ല, എങ്കിൽ പോലും ആ പേരുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ആളുകളെ പാതിരാത്രിയിൽ 1 മണിക്കും 4 മണിക്കും ഇടയിൽ അവിടെ സംഘടിപ്പിച്ച് ഇത്തരത്തിലൊരു പരിപാടി നടത്തണമെങ്കിൽ അത് SDPI അറിയാതെ കളമശ്ശേരി നടക്കില്ല. ഞങ്ങൾ ചെന്നപ്പോൾ 10-25ഓളം SDPI പ്രവർത്തകർ അവിടെ സംഘടിച്ചു. എന്തിനാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ സംഘടിക്കുന്നത്? അവർക്ക് ഇതിനകത്ത് ബന്ധമില്ലെങ്കിൽ അവരവിടെ സംഘടിച്ചു. ഞങ്ങൾ എന്താ കാണിക്കുന്നത് അറിയാൻ വേണ്ടി അവർ സംഘടിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് കുറെ നേരം കഴിഞ്ഞപ്പോൾ അവർ പിരിഞ്ഞു പോയി, ഞങ്ങൾ പിരിഞ്ഞു പോയി. അപ്പോ ഇത് എന്ത് ഗുണ്ടായിസവും ഈ നാട്ടിൽ നടക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ശരിക്കും ആ വൈദികരും ആ കന്യാസ്ത്രീമാരും വലിയ ഭയത്തോടു കൂടിയാണ് അവർ അവിടെ കഴിയുന്നത്. അവര് തുടക്കത്തിലൊക്കെ അവർ ഇത് എന്താണെന്ന് പോലും പുറത്തു പറയാൻ മടിക്കുകയായിരുന്നു. അപ്പോ ഞാൻ 2 ദിവസം നോക്കി. ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട, കാരണം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ അതിനെ വർഗീയപരമായി ചിത്രീകരിക്കാൻ കഴിയും. കാരണം പ്രത്യേകിച്ച് SDPIക്കെതിരെ പറയേണ്ടി വരും, അതിന് വർഗീയപരമായി ചിത്രീകരിക്കപ്പെടും. അവർക്ക് നീതി ലഭിക്കട്ടെ, പക്ഷെ നീതി ലഭിക്കുന്നില്ല. മറ്റേ സൈഡിൽ നിൽക്കുന്ന SDPI ആണ്, ഇവർക്ക് നീതി ലഭിക്കുന്നില്ല. അവിടെ മന്ത്രി ചെന്നു, അവിടുത്തെ സ്ഥല MLA കൂടിയാണ് നമ്മുടെ മന്ത്രി ശ്രീ രാജീവ്. അയാൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്നും അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ ഇടപെടണം, ഇതിനകത്ത് നീതി ലഭ്യമാക്കണം എന്നൊക്കെ പോലീസിനോട് പറഞ്ഞിട്ട് ആ വഴി അദ്ദേഹം പോയതല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിച്ചില്ല. അപ്പൊ ഇതിനെ ഒക്കെ കണ്ണും കെട്ടി നോക്കിയിരിക്കാൻ കഴിയല്ല. തീർച്ചയായിട്ടും ഇപ്പൊ ഇന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് കോടതിയുടെ ഉത്തരവ്, ഞാൻ പറയുന്ന കേൾക്കാമല്ലോ അല്ലെ? അപ്പൊ കോടതിയുടെ ഉത്തരവ് ഇന്ന് വിധി പറയുന്നത് വെള്ളിയാഴ്ചത്തേന് മാറ്റിവെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വെള്ളിയാഴ്ച മാറ്റിവെച്ച് എന്നാണെങ്കിലും ബഹുമാനപ്പെട്ട വൈദികരുടെയും സന്യാസിയുടെയും ഒക്കെ അഭിപ്രായം വളരെ സമാധാനപരമായ ഒരു വിഷയം പോകണം. ഞങ്ങളും അത് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഈ നാട്ടിൽ ഒരു അനാവശ്യമായ സംഘർഷം ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ നീതി നടപ്പിലായില്ല എങ്കിൽ ആ നിയമം നമ്മൾ കയ്യിലെടുക്കേണ്ട വരും. തീർച്ചയായിട്ടും ഈ ഛത്തീസ്ഗഡിൽ മാത്രം പോരല്ലോ കന്യാസ്ത്രീമാർക്ക് നീതി, കേരളത്തിലും കന്യാസ്ത്രീമാർക്ക് നീതി വേണമല്ലോ. ഞങ്ങള് ഛത്തീസ്ഗഡിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഞങ്ങളെ ആരൊക്കെ സമീപിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാ സഹായത്തിനും BJP ഓടിയെത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയെ ഈ വിവരം അദ്ദേഹത്തിനെ ധരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഛത്തീസ്ഗഡിലും എത്തിയിരുന്നു. ഈ വിഷയം മാന്യമായി പരിഹരിക്കാൻ അവിടെ ഉദ്ദേശമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കളമശ്ശേരിയിലും എത്തും. അത് ഇപ്പോൾ അവിടെ കയ്യേറിയ ആളുകൾക്ക് ഗുണകരമാകില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ കളമശ്ശേരിയിൽ നടന്ന ഒരു സംഭവം, അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് അങ്ങ് പാല പോലുള്ള മേഖലകളിൽ നിന്നാണ് വരുന്നത്. ഇത്തരം മേഖലകളിൽ നിന്ന് പലപ്പോഴും പലരും ഈ സംഭവം ഉണ്ടായതിനു ശേഷം പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ കുറിക്കുന്ന ഒരു കാര്യമുണ്ട്. തങ്ങൾക്കും സമാനമായിട്ടുള്ള രീതിയിലുള്ള ഇത്തരത്തിലുള്ള ചില അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കയ്യൂക്കിനെ പേടിച്ചുകൊണ്ട്, അതിക്രമത്തെ പേടിച്ചുകൊണ്ട്, ഗുണ്ടായിസത്തെ പേടിച്ചുകൊണ്ട് പലരും നിശബ്ദരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ആദ്യത്തെ സംഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? അങ്ങയുടെ ഒരു പൊതുപ്രവർത്തനത്തിന്റെ ഒരു പരിചയത്തിന്റെ വെളിച്ചത്തിൽ എന്ത് തോന്നുന്നു? അല്ല, എന്റെ നാടായ ഈരാറ്റുപേട്ടയിലും പെരുമ്പാവൂരും ഒക്കെ ഇപ്പൊ സംഭവിച്ചത് SDPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ, അവരുടെ ഓഫീസുകളിൽ സമാന്തര കോടതികളും സമാന്തര നിയമവ്യവസ്ഥയും കേരളത്തിലുണ്ടായിരിക്കുന്നു. കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും നീതി നടപ്പിലാക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും ഒക്കെ ഇപ്പോ ശരീഅത്ത് കോടതികളാണ്. SDPയുടെ സ്വാധീന മേഖലകളിലെല്ലാം ശരീഅത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ നടപ്പിലാക്കുന്ന സമ്പ്രദായം ഉണ്ട്. അത് എന്റെ നാട്ടിൽ പോലും ഉണ്ട്. കാരണം ഇവിടെ ഏതെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ, സമൂഹത്തിനിടയിൽ തർക്കങ്ങൾ ഉണ്ടായാൽ, അത് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല, അത് SDPI ഓഫീസിൽ തീർക്കാം. അവിടെ തീർപ്പ് കൽപ്പിക്കാൻ ആളുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആ രീതി, ആ പ്രവണത സ്വാഭാവികമായിട്ട് അവരുടെ പ്രവർത്തകർക്കിടയിലെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഇതര മതസ്ഥരായ ആളുകളും ഇതര പാർട്ടികളിൽ പെടുന്ന ആളുകളും ഒക്കെ അവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് നാട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, ഈ വിഷയത്തിലൊരു നീതി ലഭ്യമായില്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള അതിക്രമ പ്രവർത്തനങ്ങൾ തുടരാനാണ് ഈ കൂട്ടരുടെ ഭാവമെങ്കിൽ BJPയുടെ ഭാവി സമര പരിപാടികൾ എങ്ങനെയായിരിക്കും? അല്ല, തീർച്ചയായിട്ടും അവിടെ ഇപ്പൊ അവർക്ക് അനുകൂലമായ ഇഞ്ചക്ഷൻ വാങ്ങിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇതുവരെ ആ ഇഞ്ചക്ഷൻ കോപ്പിയും ഇവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്തു തന്നെയാണെങ്കിലും 1982 മുതൽ പൊസഷനിലുള്ള ഒരു ഭൂമിയാണ്. മുഴുവൻ വസ്തു കൊടുത്തു തീർത്തല്ലേ, എല്ലാ രേഖകളും ആശ്രമത്തിന്റെ കയ്യിലുണ്ട്. അനധികൃതമായി നടത്തുന്ന ഈ കേസിന്റെ അന്തിമ വിജയം ആശ്രമത്തിനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഇന്ററിം ഓർഡർ വരാനുണ്ട്. ആ ഓർഡർ വരുമ്പോൾ അത്
ഈ ഈ സഭയ്ക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഈ വൈദികർക്കും കന്യാസ്ത്രീ മഠത്തിന് അനുകൂലമായി വരും എന്ന ഭയപ്പാടാണ് അവർക്ക് ഇപ്പോൾ ഈ കയ്യേറ്റത്തെ പ്രേരിപ്പിച്ചതെന്ന് മനസ്സിലാകും. അപ്പോ ആ വിധി വന്നാൽ ഒരു സംശയവും വേണ്ട, ഭാരതീയ ജനതാ പാർട്ടി അവിടെ ഇടപെടും. ആ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നീതി ലഭ്യമാക്കാൻ, എന്താണ് നീതി? നീതി എന്ന് പറയുന്നത് കോടതി പറയുന്നതാണ് നീതി. ആ നീതി ലഭ്യമാക്കാൻ എന്തു ചെയ്യണമോ അത് BJP ചെയ്തിരിക്കും. ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി, നമുക്കറിയാം ഈ വിഷയത്തിന്റെ ഒരു പശ്ചാത്തലം, നമുക്കറിയാം വലിയ രീതിയിലുള്ള നിയമ വ്യവഹാരങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അത് എന്തു തന്നെ ആയിക്കോട്ടെ, പക്ഷേ ഈ കൂട്ടർ കാണിച്ച ആ ഒരു അതിക്രമം അത് വളരെ ഗൗരവമേറിയ ഒരു കാര്യം തന്നെയല്ലേ? ഒരു നിയമ സംവിധാനം നിലനിൽക്കുന്ന ഒരു ഇടത്താണ് രാത്രിയുടെ മറവിൽ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വർഷങ്ങളായി ഒരു ആശ്രമത്തിന്റെ കൈവശമുള്ള കത്തോലിക്ക ആ സ്ഥലം കത്തോലിക്ക സ്ഥാപനത്തിന്റെ കീഴിലുള്ള സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറുന്നു, മതിലുകൾ തകർക്കുന്നു. അപ്പോൾ വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു വിഷയം തന്നെയല്ലേ? അതിനാൽ തന്നെ പലരുടെയും ഒരു നിശബ്ദത, അത് രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, മുഖ്യധാര മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ഈ വിഷയത്തിലുള്ള ഒരു നിശബ്ദത വളരെ ഗൗരവമേറിയ ഒരു കാര്യം തന്നെയല്ലേ ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി? തീർച്ചയായിട്ടും ആൾക്കൂട്ട ആക്രമണം നമ്മുടെ നാട്ടിൽ സാധാരണ കേട്ടുകേഴ്വിയില്ലാത്ത ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ആൾക്കൂട്ടം നീതി നടപ്പാക്കുന്നു, ആൾക്കൂട്ടം തീരുമാനം എടുക്കുന്നു, അല്ല ആൾക്കൂട്ടം ഉപദ്രവിക്കുന്നു എന്നൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ മലയാളിക്ക് ഒരിക്കലും ആൾക്കൂട്ട ആക്രമണം അത്ര പരിചിതമൊന്നും ആയിരുന്നില്ല. സാധാരണ സംഭവിക്കാറുള്ളതൊരു കാര്യമാണ്. മറ്റ് പല കാര്യങ്ങളും കേരളം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ ഈ ആൾക്കൂട്ട ആക്രമണങ്ങളുടെ തലങ്ങളിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ജാഗ്രതയോടുകൂടെ തന്നെ കാണേണ്ടതുണ്ട്. അതിന് പിറകിൽ മതം ഉണ്ടാകാം, രാഷ്ട്രീയം ഉണ്ടാകാം, മറ്റു തരത്തിലുള്ള മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടാകാം. എന്തായാലും രാത്രിയുടെ മറവില് അതും ഒരു കന്യാസ്ത്രീ മഠം, ഒരു ക്രൈസ്തവ സഭയുടെ ആശ്രമം നടക്കുന്ന സ്ഥലം, അവിടെ അനധികൃതമായിട്ട് കയറി വരിക, ആക്രമിക്കുക, ഏതാണ്ട് 100 മീറ്ററോളം മതില്, അതായത് അവരുടെ ഒരു ആവൃത്തി സൂക്ഷിക്കുന്ന ആ ഒരു മതില് തകർത്ത് കളയുക. അതായത് ഞങ്ങൾക്ക് ഇവിടെ എന്ത് വാങ്ങാം എന്നൊക്കെ ഒരു ആൾക്കൂട്ടം തീരുമാനിക്കണമെങ്കിൽ അതൊന്നും ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ആൾക്കൂട്ട കൂട്ടായ്മയൊന്നും അല്ല. ഇതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ പ്ലാനിങ് നടത്തി, കൃത്യമായ രീതിയിൽ അറിയിക്കേണ്ട ഇടങ്ങളിലൊക്കെ അറിയിച്ച് അധികാരവർഗത്തിന്റെ ഒത്താശയോടുകൂടി മാത്രമാണ് ഇങ്ങനെ ഒരു ആക്രമണം നമ്മുടെ കേരളത്തിൽ നടക്കുകയുള്ളൂ. അതും കേരളത്തിലെ ഏറ്റവും വികസിത ജില്ല, ഹൈക്കോടതി ഇരിക്കുന്ന ജില്ല, ഏറ്റവും വികസിതമായ ജില്ല എന്നുമുള്ള എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അത് ചില സൂചനകളാണ് തരിക. അതായത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വഴികളിലൂടെ നിയമ സംവിധാനങ്ങളും മറ്റ് അധികാര സംവിധാനങ്ങളും ഒന്നും വളർന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ വഴിക്ക് പോകും. അതായത് നിയമം ഞങ്ങൾ കൂടെ നിൽക്കുവാണെങ്കിൽ ഞങ്ങൾ നിയമത്തിന്റെ കൂടെ നിൽക്കാം. അതല്ല ഞങ്ങൾക്ക് വ്യത്യസ്തമായ രീതി, വ്യത്യസ്തമായ അഭിപ്രായമുള്ള ഒരു തലങ്ങളിലൂടെയാണ് ഞങ്ങൾക്കുള്ളത്, ഞങ്ങളുടെ ഒപ്പം നിൽക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങൾ നിയമം കയ്യിലെടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കാണിച്ചു, ബാക്കി ഞങ്ങൾ അന്നേരം നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് പോലെ, അതായത് പോലീസ് പെട്ടെന്ന് തന്നെ FIR ഇട്ടു, മസൂദ് തയ്യാറാക്കി എന്നതിനേക്ക് അപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് പോലും പോയിട്ട് പോകാനായിട്ട് പറ്റിയിട്ടില്ല. അതായത് ഒരു സിവിൽ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തർക്കം നടക്കുന്ന പശ്ചാത്തലത്തില് കോടതിയുടെ അധികാര പരിധിയിലേക്ക് കടന്നു കയറി ആ പ്രത്യേക സ്ഥാപനത്തിന്റെ, അതായത് ആ മതസ്ഥാപനത്തിന്റെ, ആ മഠത്തിന്റെ മതിലുകൾ തകർത്ത് കളഞ്ഞ് ആൾക്കൂട്ടം എന്ന് വെച്ചാൽ, ആൾക്കൂട്ടം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ആൾക്കൂട്ടം ഒന്നുമല്ല, വളരെ സംഘടിതമായിട്ട് വന്ന ഒരു ആൾക്കൂട്ടം കയറി നിയമം കയ്യിലെടുത്ത് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോ ഒന്നും ചെയ്യാനായിട്ട് കഴിയാതെ നോക്കി നിൽക്കുന്ന ഒരു ഗതികേട് നമ്മുടെ നിയമ സംവിധാനത്തിൽ ഉണ്ടാകുമ്പോൾ ഇത് കേരളത്തിലെ സാധാരണക്കാർക്ക് കൊടുക്കുന്ന സന്ദേശം വളരെ വലുതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നിയമ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിക്കാൻ തക്ക രീതിയിൽ ചില കേന്ദ്രങ്ങൾ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ന് വെച്ചാല് ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ എന്ന് കൃത്യമായ രീതിയിലുള്ള മെസ്സേജ് ഇനി സംഭവിക്കാൻ പോകുന്നതോടെ പറയാം. അതായത് ഈ സമ്മർദ്ദമൊക്കെ ആയി കഴിയുമ്പം FIR ബാക്കിയായിട്ട് 2 അറസ്റ്റ് രേഖപ്പെടുത്തും, അല്ലെങ്കിൽ 2-3 പേരുടെ പേരിൽ അറസ്റ്റ് രേഖപ്പെടുത്തി, കണ്ടാലറിയാവുന്ന കുറച്ച് പേരുടെ പേരിൽ കൂടെ കേസെടുക്കുന്നു, ആ രീതിയിൽ നീക്കുന്നു, കോടതി ഹാജരാക്കുന്നു, പ്രോസിക്യൂഷൻ എതിർക്കാതിരിക്കുന്നു, ഇവർ ജാമ്യം കിട്ടി അവർ ഇറങ്ങി പോകുന്നു, അവർ മിടുക്കം പറയാൻ പോകും. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തപ്പെടുകയും നിയമ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ചില സംവിധാനങ്ങൾ കേരളത്തിൽ മാറുന്നു എന്നുള്ള ഒരു വേദനാജനകമായ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരവസ്ഥ നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2, നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അതായത് ആൾക്കൂട്ട ആക്രമണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മാത്രമല്ലല്ലോ, മറ്റു പല ആളുകൾക്കും ഈ ആൾക്കൂട്ട ആക്രമണങ്ങൾ നടത്താനായിട്ട് കഴിയും. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയുടെ അവസ്ഥ എന്തായി മാറും?
അതായത് ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ കൃത്യമായ നടപടി എടുത്തില്ലെങ്കിൽ ഇത് കേരളത്തിന്റെ ക്രമസമാധാന പ്രശ്നമായിട്ട് തന്നെ ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ആളുകൾക്ക് വലിയ ഒരു വെല്ലുവിളിയായിട്ട് ഇത് മാറാനുള്ള സാധ്യതകൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. വലിയ പ്രതിസന്ധി നമ്മുടെ സാമൂഹിക മേഖലയിൽ ഇത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം കേരളത്തില് അനേക കേസുകൾ കെട്ടിക്കിടപ്പുണ്ട്, കോടതിയിൽ ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടപ്പുണ്ട്. അപ്പൊ കോടതിയുടെ തീരുമാനത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ ആൾക്കൂട്ടം തന്നെ കൂടെ നീതി നടപ്പാക്കാൻ തുടങ്ങിയാല് നമ്മളുടെ നിയമവ്യവസ്ഥയുടെ അവസ്ഥ എന്തായിത്തീരും? ജനങ്ങൾക്ക് എവിടെ പോയി ആശ്രയിക്കാനായിട്ട് കഴിയും? കോടതികൾ വിലയില്ലാതായിത്തീരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നില്ലേ? അല്ലെങ്കിൽ ഇത്ര ലക്ഷക്കണക്കിന് രൂപ മുടക്കി കേസ് നടത്തുന്ന ആൾക്കാര് എന്തായിത്തീരും? അപ്പൊ എങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലേക്കൊക്കെ വരാതിരിക്കാൻ വേണ്ടി വളരെ മാതൃകാപരമായ രീതിയിൽ ഈ ആൾക്കൂട്ടാക്രമണം നടത്തിയ ആളുകളെ മാതൃകാപരമായ രീതിയിൽ കേസെടുത്ത് ശിക്ഷിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അത് ഉണ്ടായില്ലെങ്കിൽ അത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് അത് വലിയൊരു സാമൂഹിക വിപത്തായിട്ട് മാറും. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന്റെ നേരെയുള്ള ഒരു കടന്നുകയറ്റമായിട്ട് കൂടെ നമ്മൾ ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ള ഒരു ചിന്ത പണ്ട് തൊട്ടേ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇവിടെ ചിലയിടങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു കൃത്യമായ ഒരു എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് ഈ സംഭവത്തെ കാണേണ്ടതായിട്ട് വരും. വലിയ ജാഗ്രതയോട് കൂടെ തന്നെ നമ്മൾ ഈ സംഭവത്തെ കാണുകയും അതിനോട് പ്രതികരിക്കുകയും പൊതുസമൂഹത്തിന്റെ മനസാക്ഷി അതനുസരിച്ച് ക്രമീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. വളരെ വ്യക്തമാണ്. നമ്മൾ ഇതിന്റെ മറ്റൊരു ആംഗിൾ കൂടി ചർച്ച ചെയ്യുമ്പോൾ വെച്ചാൽ, അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കത്തോലിക്ക സ്ഥാപനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വർഷങ്ങളായി അവരുടെ കൈവശമുള്ള ഭൂമി അതിന്റെ തകർത്ത് അതിലേക്ക് കയറുന്നു, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത് ഒരു ആംഗിള്. മറ്റൊരു ആംഗിൾ, ഇവിടെ ഒരു സ്ത്രീ സുരക്ഷയുടെ ഒരു വിഷയം കൂടിയില്ലേ? ഇപ്പോൾ കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഇടം, അവർക്ക് രാത്രിയുടെ ആ ഒരു സമയത്തൊക്കെ ഇനി എങ്ങനെ ഒരു ഭയം കൂടാതെ ജീവിക്കും? കാരണം അവരുടെ ആ ചുറ്റുമതിലാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വാദോരാതെ സംസാരിക്കുന്ന പലരെയും നമുക്ക് ഇവിടെ കാണുന്നില്ല എന്നതും ഒരു വിരോധാഭാസം തന്നെയല്ലേ? ഇതിനകത്ത് കേരളത്തിന്റെ ഒരു സാംസ്കാരിക നായകന്മാരുടെ അല്ല അവരുടെ നായികമാരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സന്യാസ സമൂഹങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളും അവർക്ക് വേണം. അതായത് നമ്മുടെ സമൂഹം, ഈ സമർപ്പിതരുടെ സമൂഹം കൊടുക്കുന്ന എല്ലാ സർവീസും അവർക്ക് വേണം. അത് ഇവർക്ക് യാതൊരു വിലയും കൊടുക്കാതെ ഇവരെ മാനേജ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്യാസ്ത്രീകളുടെ നേരെ ഇപ്പം ഒരു ഗവൺമെന്റിന്റെ പരിധിക്കുള്ളിൽ വെച്ച് നടക്കുന്ന ഒരു ചെറിയ സംഭവം നടക്കുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഒത്തിരിയുണ്ട്. പക്ഷെ ഇവരുടെ നേരെ നടക്കുന്ന ഈ ഒരു വലിയ സുരക്ഷാ പ്രശ്നം, അല്ലെങ്കിൽ രാത്രിയില് ഇവർക്കെതിരെ ഉണ്ടാകുന്ന ഈ ആക്രമണം, അതുപോലെ തന്നെ നാളുകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇവരുടെ സുരക്ഷാ പ്രശ്നങ്ങള്, ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോ നമുക്കറിയാം വനിതാ കമ്മീഷനുണ്ട്, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാംസ്കാരിക നായകരുണ്ട്, അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകളുണ്ട്. നമുക്ക് ഇവരെ ആരെയും നമുക്ക് ഇവിടെ ഒന്നും കാണുന്നില്ല. കാരണം ഈ പ്രത്യേക സ്ഥലത്തെ കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ഒരു ആക്രമണം ഇപ്പോഴും അവരവിടെ ഒരു ചുറ്റുമതിൽ പോലും ഇല്ലാത്ത സ്ഥലത്ത് അവർ താമസിക്കേണ്ടതായ അവസ്ഥ ഉണ്ടാവുകയാണ്. ആളുകള് പ്രത്യേക ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേയേറെ ആളുകൾ തൊട്ടടുത്ത് അവര് താൽക്കാലികമുണ്ടാക്കിയ കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോ ഈ ആളുകൾക്ക്, ഈ സമർപ്പിതർക്ക്, ഈ കന്യാസ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് നമുക്ക് സമൂഹത്തിന് കൊടുക്കാനായിട്ട് കഴിയുക? സ്ത്രീ സുരക്ഷയെ കുറിച്ചൊക്കെ പറയുമ്പോൾ സ്ത്രീകൾ തന്നെ താമസിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ സുരക്ഷിതത്വം വലിയ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ പ്രത്യാഘാതങ്ങള് നമുക്ക് മുമ്പിൽ നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആ രീതിയിലൊക്കെ ഒത്തിരി ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് ഇതിനെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെയല്ല, ഈ സന്യാസ സമൂഹത്തിന്റെ ഈ സ്ഥാപനത്തിന് നേരെ നടന്ന ഈ ആക്രമണം, അതിനോട് പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ പ്രതികരിച്ചില്ലെങ്കിൽ നാളുകളിൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ സ്ത്രീ സുരക്ഷയെ കുറിച്ചൊക്കെ വാചാലമാകുന്നവര്, വനിതാ കമ്മീഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് സംവിധാനങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇതില് കാര്യമായ രീതിയിലുള്ള ഇടപെടൽ ഇനിയെങ്കിലും നടത്തിയില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് ഓർക്കുക. അതായത് കേരളത്തിന്റെ തന്നെ ഒരു സാമൂഹിക സാംസ്കാരിക വിഷയമായിട്ട് ഈ വിഷയം മാറേണ്ടതാണ്. പക്ഷെ ദൗർഭാഗ്യവശാല് ഒരു മാധ്യമങ്ങളും ഇത് കാര്യമായ രീതിയിൽ ഒരു ചെറിയ വാർത്തയിലേക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും കാര്യമാണ് ഷക്കീറായിക്ക് ഉൾപ്പെടെയുള്ള വാർത്തകൾ ചില ചാനലുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ അധികം ചാനലുകൾ പോലും വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതും കൂടെ വളരെ ഒരു ആകുലതയോടും കൂടെ തന്നെ നമ്മൾ നോക്കി കാണേണ്ട കാര്യമാണ്.
ഓക്കെ, ഞാൻ രണ്ട് ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് അങ്ങ് ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്, അഭിഭാഷകൻ കൂടിയാണ്. അതിനാൽ തന്നെ ഇപ്പോൾ ഇവർ ഒരു ഇടക്കാല ഉത്തരവൊക്കെ ഇവർക്ക് അനുകൂലമായിട്ടുണ്ട് എന്നൊക്കെ ഇവർ അവകാശപ്പെടുന്നു. ഇനിയിപ്പോൾ എന്ത് ഉത്തരവ് തന്നെ ആയിക്കോട്ടെ, അത് ഇത്തരത്തിലാണോ അത് നടപ്പാക്കേണ്ടത്? ചോദ്യം നമ്പർ 1. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്, വളരെ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഈ 70ഓളം വരുന്ന അക്രമികൾ അന്ന് രാത്രി ഈ മാർത്തോമ ആശ്രമത്തിന് നേരെ ആക്രമണം കാണിച്ചത്. അപ്പോൾ അവരുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഈ ആക്രമണത്തിന്റെ പരിണിത ഫലങ്ങൾ അറിയാത്തവരൊന്നുമല്ല ഈ പറയുന്ന വ്യക്തികൾ. അതിനാൽ തന്നെ എന്ത് അതിക്രമം കാണിച്ചാലും തങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടപ്പെട്ടവർ ഇവിടെ തന്നെ ഉണ്ട് എന്നൊരു കോൺഫിഡൻസ് ആണോ നമ്മൾ അന്ന് രാത്രി കണ്ടത് ആ CCTV ദൃശ്യങ്ങളിലൂടെ? അല്ല, കാലാകാലങ്ങളില് ഈ കോടതികളിൽ നിന്നുണ്ടാകുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ വേണ്ടി ആൾക്കൂട്ടത്തെ ഒരിടത്തും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതായത് അതിന് കൃത്യമായ സംവിധാനങ്ങളുണ്ട്. അത് ഏത് രീതിയിലാണ് ഈ ഉത്തരവ് നടപ്പാക്കപ്പെടേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി നമുക്ക് വളരെ കൃത്യതയുള്ള നിയമ സംവിധാനത്തിനുള്ളിൽ നൽകുന്ന കാര്യങ്ങൾ നമുക്കുണ്ട്. അത് ആ രീതിയിൽ മാത്രമേ നടപ്പാക്കാവുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഒരു ഉത്തരവ് കിട്ടിയെന്ന് പറഞ്ഞ് ആ ഉത്തരവ് കിട്ടുന്ന ആള് നേരെ പോയി നടപ്പാക്കുകയല്ല ചെയ്യേണ്ടത്. അത് നടപ്പാക്കി കൊടുക്കാനുള്ള നിയമ സംവിധാനങ്ങൾ നമുക്കുണ്ട്. ആ രീതിയിലൂടെ മാത്രമേ പോകാവുള്ളൂ. ഒരു ഉത്തരവ് കിട്ടുന്നു എന്ന് പറഞ്ഞാല് അത് എങ്ങനെയും എനിക്ക് ഇത് ഉപയോഗിക്കാവുന്നതല്ല. അത് അതിന്റെ ഒരു പ്രോപ്പർ വേ ഉണ്ട്. അത് ഏത് രീതിയിലൂടെയാണ് ജുഡീഷ്യൽ സിസ്റ്റം അനുസരിച്ച് തന്നെ നടപ്പാക്കിയെടുക്കുമ്പോൾ മാത്രമേ അതൊരു നിയമാനുസൃതമായിട്ട് മാറുകയുള്ളൂ. അതല്ലെങ്കിൽ നിയമത്തിന്റെ മറവിൽ കാണിക്കുന്ന ശുദ്ധ ബൗദ്ധികരമായിട്ട് തന്നെ നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ ആൾക്കൂട്ടത്തിന്റെ കാര്യം ജോർജ് പറഞ്ഞത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അതായത് ഇത് പെട്ടെന്നുണ്ടായ ആൾക്കൂട്ടമൊന്നുമല്ല. കൃത്യമായ പ്ലാനിങ് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തില് ഈ പ്രതികളുടെ 3-4 പേരുടെ പേരിലുണ്ടാവും, 10-25 പേര് കണ്ടാൽ അറിയാവുന്ന കുറെ ആളുകളുടെ പേരിൽ കേസുണ്ടാവും. അതുപോലും കോടതി വരുമ്പം പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ ഹാൻഡിൽ ചെയ്യപ്പെടും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാവും. സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ അല്പം കൂടി ഒന്ന് സമ്മർദ്ദം ഉണ്ടായി കഴിയുമ്പോൾ ഈ കേസ് കോടതി വരും, പ്രോസിക്യൂഷൻ എതിർക്കുകയല്ല, ഒരു ജാമ്യം എടുത്ത് മിടുക്കന്മാരായിട്ട് ഇറങ്ങിപ്പോവും. 3-ാം ദിവസം ഇതേ ആക്രമണമായിട്ട് ഇതേ സ്ഥലത്തും അല്ലെങ്കിൽ സമാനമായ വേറെ സ്ഥലത്തും ഈ ആളുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമുക്കറിയത്തില്ല ഇത് ലോക്കൽസ് മാത്രമാണോ അതോ പെയ്ഡ് ആയിട്ടുള്ള ഗുണ്ടകളെ കൂടുതലുണ്ടോ അതോ മറ്റേതെങ്കിലും ഇന്റൻഷൻസ് ഉള്ള ആളുകളുണ്ടോ എന്നുപോലും നമുക്കറിയില്ല. ഇനി ഇന്ത്യക്കാർ തന്നെയാണോ എന്നുള്ളത് തന്നെ അറിയാൻ പറ്റുന്നത് ഇപ്പോൾ പോലും ആൾക്കാരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലല്ലോ. അതോ ഇനി വേറെ ഏതെങ്കിലും ഒക്കെ എന്നാ പറയുന്നേ അന്യ സംസ്ഥാന തൊഴിലാളികൾ ലേബലിലൊക്കെ വരുന്ന ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള പ്രത്യേക ഗസ്റ്റുകളൊക്കെ ഉള്ളത് പോലും നമ്മളെങ്ങനെ അറിയുന്നത്? അങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ ഇവിടെ ഉണ്ട്. നമുക്ക് അതിനെയൊക്കെ അഡ്രസ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അത് നമ്മളുടെ നിയമ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആർജവത്വം കൂടി കാണിക്കുമ്പോഴേ ആ വിഷയങ്ങൾക്കൊക്കെ ഒരു ശരിയായ രീതിയിലുള്ള പരിഹാരമായിട്ട് കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. ശ്രീ ഷോൺ ജോർജ്, ഈ പലരുടെയും പ്രത്യേകിച്ച് ചില തീവ്ര സ്വഭാവക്കാരുടെ ഈ കൊള്ളരുതായ്മകളെ മറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്ന ഒരു പരിചയമാണ് വർഗീയത പറയുന്നേ എന്നൊരു പരിചയ. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പാലാ പിതാവ് വലിയൊരു വിപത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ അത് വർഗീയത പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പാലാ പിതാവിനെതിരെ നടത്തിയ അതിക്രമങ്ങളും ആക്രമണങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ ഒരു വിഷയത്തിൽ അത്തരത്തിലുള്ള ചില രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് യഥാർത്ഥത്തിലുള്ള ഫാക്ട് അത് അവതരിപ്പിക്കുമ്പോൾ അത് വർഗീയതയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് ഈ കൂട്ടരുടെ വലിയൊരു തന്ത്രം തന്നെയല്ലേ? അത് വളരെ ആസൂത്രിതമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് കല്ലറങ്ങാട്ട് പിതാവിനെതിരെ നടന്ന വലിയ ആക്രമണം നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഈ അടുത്ത് അത് വീണ്ടും ആവർത്തിച്ചത് പാമ്പ്ലാനി പിതാവിനെതിരെയാണ്. പാമ്പ്ലാനി പിതാവ് ഛത്തീസ്ഗഡിലെ സിസ്റ്റർമാർ അറസ്റ്റഡായ വിഷയമുണ്ടായപ്പോൾ വളരെ രൂക്ഷമായി BJPയെ വിമർശിച്ചു. ഞങ്ങൾ ഒരക്ഷരം മിണ്ടിയോ? ഒരക്ഷരം പോലും ഞങ്ങൾ മിണ്ടിയില്ല. പിറ്റേ ദിവസം ആ കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിക്കുന്നതിൽ BJP എന്താണ് ചെയ്തത് എന്ന് പിതാവിന് ബോധ്യപ്പെട്ടപ്പോൾ പിതാവ് പറഞ്ഞു, എല്ലാവർക്കും നന്ദി, കൂടെ BJPക്ക് നന്ദി. കാരണം BJPയുടെ ഇടപെടൽ അതിനകത്ത് നന്നായിരുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടറി വരെ ഒന്ന് ഓർത്തു നോക്കണം, CPMന്റെ സംസ്ഥാന സെക്രട്ടറി വരെ അദ്ദേഹത്തെ നിലപാടില്ലാത്തവനെന്നും എന്ന് വേണ്ട ഒരു അഭിമന്യ പിതാവിനെ വിളിക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടായി. ഞാൻ പറയുന്ന കേൾക്കാമല്ലോ അല്ലേ? വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ ഇതിനൊരു പ്രവണത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ വൈദികരെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൈദികരൊക്കെ അനാവശ്യമായ പ്രതികരണങ്ങൾക്കോ അനാവശ്യമായി പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കോ നിൽക്കുന്നവരല്ല. അപ്പൊ ഇവർക്കറിയാം ഏതെങ്കിലും ഒരു നല്ല പ്രതികരണം, സ്വാഭാവികമായും നിഷ്പക്ഷമായ പ്രതികരണങ്ങൾ അവർ നടത്തുമ്പോൾ അവരെ ഇത്തരത്തിൽ ആക്രമിച്ചാൽ പിന്നീട് മറ്റാരും
ഒരു പിതാക്കന്മാരും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് തയ്യാറാകാതെ ഇവർ അരമനയ്ക്കുള്ളിൽ ഒതുങ്ങിക്കൂടിക്കോളും എന്ന് കൃത്യമായി അറിയാവുന്ന CPM-ഉം കോൺഗ്രസും അതുപോലെ SDP ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവരെ വളരെ ആസൂത്രിതമാണ്. SDP ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ വളരെ ആസൂത്രിതമായി എക്കണോമിക് സൈഡിൽ 100% ഇതിന്റെ ഒരു ഇപ്പൊ അച്ഛൻ ഇവിടെ സൂചിപ്പിച്ച പോലെ വലിയ രീതിയിൽ സാമ്പത്തികപരമായി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹം എന്ന നിലയിലാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ക്രൈസ്തവ സമൂഹത്തിൽ സംഭവിക്കുന്നത്. ഇവിടുന്ന് കുട്ടികൾ ഏറ്റവും അധികം മൈഗ്രേറ്റ് ചെയ്യുന്ന ക്രൈസ്തവ സമൂഹത്തിലാണ്. കാർഷിക വിളയുടെ വില തകർച്ച, വന്യമൃഗ ശല്യം, പട്ടയ പ്രശ്നം, അതുപോലെ സാമ്പത്തിക രംഗത്തെ വലിയ തകർച്ച, ഇത് ഏറ്റവും അധികം കേരളത്തിൽ ബാധിച്ചേക്കുന്ന ക്രൈസ്തവരെയാണ്, മധ്യ കേരളത്തിലെ കർഷകരെയാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം അടിത്തറയായി നിൽക്കുന്നത് വളരെ ആസൂത്രിതമായ ശ്രമം മാത്രമല്ല, സർക്കാർ ജോലികളിലുള്ള നമ്മുടെ സംവരണം ഉൾപ്പെടെ നമ്മുടെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവർക്കുള്ള മൈനോറിറ്റി അവകാശങ്ങൾ ഉൾപ്പെടെ ഇതെല്ലാം വളരെ ആസൂത്രിതമായി കവർന്നെടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നോക്കി നിൽക്കേണ്ട ഗതികേടിലാണ്. അച്ഛൻ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് ജാഗ്രതയോടുകൂടി പോയില്ല എങ്കിൽ ഇത് പറയുന്നവരെ ഒറ്റപ്പെടുത്തുന്നതിന്റെ പേരിൽ നമ്മൾ മിണ്ടാതിരുന്നാൽ പിന്നെ ഒരിക്കലും മിണ്ടാനുള്ള സാഹചര്യം നമുക്കുണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യം ക്രൈസ്തവർ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. ഞാൻ അച്ഛനിലേക്ക് വരികയാണ്. അച്ഛൻ, നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പോയിന്റ്സിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ച ഒരു വാചകം, കളമശ്ശേരി കേരളത്തിലെ ക്രൈസ്തവർക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെ? ഈ ഷോൺ ചേട്ടൻ പറഞ്ഞ സംഭവത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 4-5 വർഷം മുമ്പ് ഈ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു വണ്ടി റെന്റ് പോയതുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടായി. ഞാനും അവിടെ ഒരു ആളുമായി സംസാരിക്കാൻ വേണ്ടി ഞാനും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കാണുന്ന ഒരു 10-50ഓളം ആൾക്കാർ, അതിനകത്ത് CPM-കാരുണ്ട്, CPI-കാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, എല്ലാം എനിക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇവരെയൊക്കെ ഒരു പ്രത്യേക സമുദായത്തിന്റെ ലേബൽ ഇവർക്ക് ചുറ്റിലും ഉണ്ട് താൻ. ഇവരെല്ലാവരും കൂടെ വരുന്നു. നേരെ CI-യും അത്ര സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു. നേരെ കയറുന്നു, അവർ കുറെ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നു. ലാസ്റ്റ് ശരിക്കും മറ്റേ ഭാഗത്തായിരുന്നു നീതി ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല, അത് എന്റെ പരിധി വിട്ട് പോവാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ നമ്മൾ തീർത്ത് സംസാരിക്കാൻ പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നീതി ചോദിച്ചെന്ന ആ വ്യക്തിയെ ഇവരുടെ അടുത്തേക്ക് ചർച്ചയ്ക്ക് വിട്ടേക്കുവാണ് അദ്ദേഹം. ഒരു തരത്തിലുള്ള നീതി അവിടെ കിട്ടിയില്ല, മറ്റു തരത്തിലൊക്കെ പോയി അത് പരിഹരിക്കപ്പെടുകയും ചെയ്തു വിഷയങ്ങൾ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഈ ആൾക്കൂട്ട വിചാരണയും അതുപോലെ തന്നെ ആൾക്കൂട്ടം നീതി കയ്യിലെടുക്കുന്ന അവസ്ഥയും നിയമ സംവിധാനങ്ങൾക്ക് ചില പ്രത്യേക മേഖലകളിലേക്ക് ആശ്രയിക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഇന്നും ഇന്നലെയൊന്നും ഉണ്ടായ കാര്യമൊന്നുമല്ല. ഇനിയും നമ്മളുടെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായമൊക്കെ ഈ വിഷയത്തിലൊക്കെ ഇടപെട്ട് പ്രതികരിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ ഭീകരതയായിരിക്കും. ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ ഉണ്ടാകുന്ന മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രം ആവലപ്പെട്ടുകൊണ്ടിരുന്ന കാര്യമില്ല. കണ്ണു തുറന്ന് നമ്മുടെ കേരള സമൂഹത്തെ കാണണം. നമുക്ക് വേണമെങ്കിൽ ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടി ഛത്തീസ്ഗഡിലെ കാര്യങ്ങളെ കുറിച്ചോ അതല്ലെങ്കിൽ ഇനി എന്താ പറയണേ, ആകാശത്തിനും ഭൂമിയിലൊക്കെ ഇടയിലുള്ള കുറെ കാര്യമൊക്കെ പറഞ്ഞ് നമുക്ക് ചർച്ചകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പ്രായോഗിക തലത്തിലേക്ക് ഇറങ്ങേണ്ട ഇടങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന് ഇവിടെ ആശ്രമമണിയാണെന്നല്ല, ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ സഭാ നേതൃത്വം അല്പം കൂടി പ്രായോഗികമായ രീതിയിലേക്ക് കാര്യക്ഷമമായ രീതിയിൽ ഇടപെടൽ ഉണ്ടാകണം. ഓരോ ഇടവകൾ കേന്ദ്രീകരിച്ച് നമുക്ക് ജാഗ്രതാ സമിതികൾ ഉണ്ടാകണം. രൂപതാ തലത്തില് ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. നിയമവിദഗ്ധരുടേതായ ഒരു കൂട്ടായ്മകൾ നമുക്ക് സൗജന്യമായിട്ട് കൊടുക്കാനായിട്ട് കഴിയുന്ന തരത്തിലുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ഒരു വളരെ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ ക്രൈസ്തവർ മാറുന്നില്ലെങ്കിൽ ഇവിടുത്തെ ജീവിതം അസാധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു പോകുന്നു. ഇപ്പോ കളമശ്ശേരി മാത്രമല്ല, നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ നോക്കി പെരുമ്പാവൂർ നോക്കിയാല്, പെരുമ്പാവൂരിന്ന് നമുക്കറിയാം, പെരുമ്പാവൂരിന്റെ കഴിഞ്ഞ ദിവസം അവിടെ ജോലി ചെയ്യുന്ന ഒരു പേര് ഞാൻ പറയുന്നില്ല, നമ്മളുടെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഇവിടെ നടക്കുന്നത് എന്താണെന്നത് കേരളത്തിലാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഇങ്ങോട്ട് മൂവാറ്റുപുഴയായാലും തൊടുപുഴയ്ക്കടുത്ത് കരിമണ്ണൂരല്ലേ, അതായത് പോലീസ് സ്റ്റേഷനിൽ വരുന്ന പ്രത്യേക വിഭാഗക്കാരുടെ കേസ് അപ്പൊ തന്നെ ചോർത്തി കൊടുക്കുന്ന പോലീസുകാരനെ സസ്പെൻഡ് ചെയ്ത് കരിമണ്ണൂര് എന്റെ നാട്ടിലാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൊടുപുഴ കഴിഞ്ഞ് പാലായിലോട്ട് ചെല്ലുമ്പോഴും പേട്ടയിലേക്ക് ചെല്ലുമ്പോഴും എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അതായത് മധ്യ കേരളത്തിൽ പോലും ഇങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. അതായത് ക്രൈസ്തവർക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടം ഉണ്ടെന്ന് നമ്മൾ പറയുന്ന ഈ മധ്യ കേരളത്തില്, അതായത് എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളുടെ ഉദാഹരണം നമ്മളിപ്പോ പറഞ്ഞു, 3 ജില്ലകളുടെ കാര്യം നമ്മൾ പറഞ്ഞു.
ഇത് തന്നെ ഈ ഒരു അവസ്ഥയായിരിക്കും അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഭയാനകമായിരിക്കും കേരളത്തിന്റെ അങ്ങേ തെക്കൻ മേഖലയിലും വടക്കൻ മേഖലയിലും ഒക്കെ സംഭവിക്കാൻ പോവുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മേഖലകളെ കുറിച്ചൊക്കെ നമ്മൾ ഗൗരവമായിട്ട് തന്നെ പഠിക്കുകയും അല്പം കൂടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി സഭ പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത, ക്രൈസ്തവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ പോലും നോക്കിക്കേ, ഇപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് ഇപ്പോൾ മാറ്റപ്പെടുന്നില്ല. ഇപ്പൊ ക്രിമിനൽ കേസുകളിൽ, അതുപോലെ തന്നെ പട്ടയ വിഷയം എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോടതി വിധികളൊക്കെ എത്രയോ നമുക്കുണ്ട്. എന്നിട്ടും നടപ്പാക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ എല്ലാ മേഖലയിലും ഒരു ഒറ്റപ്പെടലിന്റെ ശബ്ദമായിട്ട് നമ്മുടെ ക്രൈസ്തവർ പര്യായമായിട്ട് മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ നീതി നിഷേധിക്കപ്പെടാൻ വേണ്ടിയുള്ള സമൂഹമായിട്ട് നമ്മൾ മാറുക ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അല്പം കൂടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി പ്രായോഗികമായ രീതിയിൽ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ ഇവിടെ ജീവിക്കാനാവാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. കളമശ്ശേരിയിൽ നടന്ന സംഭവം അത് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ, ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇവിടുത്തെ മതേതര സമൂഹത്തിന് നൽകുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്നത്. ഈ അതിക്രമം പ്രവർത്തിച്ചവർക്കെതിരെ അടിയന്തരമായി നിയമ നടപടികൾ സ്വീകരിക്കുവാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾ തയ്യാറാകട്ടെ. മാത്രമല്ല, ഈ ഒരു അതിക്രമത്തിന് ഇരയായി തീർന്നിട്ടുള്ള ആ ആശ്രമത്തിലെ അന്തേവാസികളായിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും ഒപ്പം തന്നെ സിസ്റ്റേഴ്സിനും സന്യസ്തർക്കും ഒക്കെ എത്രയും വേഗം തന്നെ നീതി ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ഷോൺ ജോർജ്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റം, രണ്ടുപേർക്കും നന്ദി.